സൺഡേ ആയിട്ട് നമ്മൾ പോയത് ഏച്ചൂരാണ്. ഏച്ചൂരൊരു പാർക്കുണ്ട്, അവിടെയാണ് പോകുന്നത്. അധികം നമ്മളിവിടെ വരാറുണ്ട്. ഇഷ്വാനിക്ക് ഇവിടുന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വിളിച്ചാൽ പിന്നെ വരുകയില്ല പോകാൻ നോക്കുമ്പോൾ. ഇവിടെ നമ്മൾ വന്ന എന്തെങ്കിലും ആയിട്ടൊരു പരിപാടി ഉണ്ടാവും. ഒന്നിക്കിൽ ബ്രൈഡിൻ്റെ എന്തെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ എന്തെങ്കിലും ഉണ്ടാകും. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് സമയം നടന്നു. കൈയൊക്കെ പിടിച്ച് നടക്കുമ്പോൾ എന്തൊരു അനുസരണയുള്ള മോളാ. കണ്ടാലും മതി. അവൾ കാണാതെ ഞാനൊരു ഐസ് തിന്നു. പിന്നെ അവിടെ നടന്നത് യുദ്ധമായിരുന്നു. എന്താണെന്നറിയില്ല, ഐസും കിട്ടിയില്ല. എന്നാൽ കവർ ഞാൻ വേസ്റ്റ് ബിന്നിലിടാം അമ്മയെന്ന് പറഞ്ഞ് അവൾ പോയി വേസ്റ്റ് ബിന്നിലൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ട് വന്നു. പിന്നെ അതിൻ്റെ സന്തോഷപ്രകടനമായി കാണിക്കുന്നത്. പിന്നെ പാട്ടൊക്കെ വെച്ചപ്പോൾ അവിടുന്ന് ഡാൻസ് കളിച്ചു. ഇതന്നെ പരിപാടി. എന്തെങ്കിലും ഒരു ട്യൂണ് കേട്ടാൽ അവിടുന്ന് അങ്ങനെ തുള്ളും. വലുതായാൽ ഡാൻസ് ക്ലാസ്സിനും പാട്ടിനൊക്കെ വിടണം എന്നെല്ലാവരും പറയുന്നുണ്ട്. എന്താ ചെയ്യുക, അമ്മേൻ്റെ അതേ കഴിവ് കിട്ടിയ കുട്ടീനെ പിന്നെ ചേർക്കാതിരിക്കുമോ? പിന്നെ ഇവിടെ മെയിൻ കലാപരിപാടി ആക്ടിങ് ആണ്. കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് തകർത്തഭിനയിക്കും. അവിടുന്ന് കുറേ കോഷ്ടികളൊക്കെ കാണിക്കുന്ന കണ്ടു. അവൾക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്, കാണുന്ന നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്. എന്തായാലും കാണാൻ നല്ല രസമാണ്. നമ്മൾ പോയപ്പോൾ ഒടുക്കത്തെ വെയിലേനും, എവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയും. ഈ പെണ്ണിനെ പിടിച്ചാൽ കിട്ടൂല, ഒരേ തുള്ളിക്കളിയാണ്. വീടെന്ന് പറഞ്ഞാലും പേടിയില്ല. പിന്നെ കുറച്ചങ്ങോട്ട് നടക്കാമെന്നൊക്കെ കരുതിയപ്പോൾ ദോണ്ടേ അവിടെ പിന്നെ ഒരു പാർട്ടി. കേക്ക് കിട്ടുമായിരിക്കും, അതുകൊണ്ട് ദൂരത്തൊന്നും പോകണ്ടെന്ന് എൻ്റെ മെതുവാട്ടൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അടുത്തന്നെ നിന്നു. പക്ഷെ കേക്ക് കിട്ടിയില്ല. അതൊരു ചെറിയ കേക്കായിരുന്നു എന്ന് മെതുവാട്ടൻ സ്വയം അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചു. അതിൻ്റെ ഒരു ചളിപ്പ് മാറാൻ വേണ്ടി നമ്മൾ കിഡ്സിൻ്റെ ഏരിയയിലേക്ക് പോയി. അവിടെ ഒരുപാട് മക്കളിങ്ങനെ കളിക്കുന്നുണ്ട്. ഇഷ്വാനിനെ ഒരിക്കൽ ആ സീസോയിൽ വെച്ച് നമ്മൾ ഊരിച്ചു. പിന്നെ അവൾക്കൊരാവേശമായി. ആവേശം കൂടിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടി വന്നു. ഇനി വീഴുമോ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ചിന്തയായി. എന്നാലും അവളെ സന്തോഷം കാണുമ്പോൾ ഒരു സന്തോഷം, അങ്ങനെയല്ലേ. പിന്നെ വേഗം നമ്മൾ അതിൽ നിന്ന് ഒഴിവായി ഇങ്ങോട്ടേക്ക് വന്നു. ഈ അസ്തമയ സമയം ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങേണ്ടത് കൊണ്ട് നമ്മൾ വേഗം അവിടുന്ന് വിട്ടു. ഇത് ഏച്ചൂരുള്ള സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റാണ്. അവിടെ നമ്മൾ ഉണ്ണിയേശുവിനെയൊക്കെ കണ്ടു. പെട്ടെന്ന് ഉണ്ണിയേശുവിനെ കാണുന്നില്ലേ. ഞാൻ പിന്നെ ഉള്ളോട്ട് പോയി നോക്കിയപ്പോൾ ഉണ്ണിയേശു ഇതാ കിടക്കണം. അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി നമ്മൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ടാറ്റാ.